ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് കൂളർ മാസ്റ്ററിൻ്റെ ഒരു പവർ സപ്ലൈ ആണ്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിൽ യൂസ് ചെയ്യുന്ന ഒരു പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ കമ്പോണൻസിന് പവർ കൊടുക്കുന്ന ഒരു ഉപകരണമാണ് ഈ പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കൂളർ മാസ്റ്ററിൻ്റെ ഒരു പവർ സപ്ലൈ ആണ്. അപ്പം നമുക്ക് ഇത് അത്യാവശ്യം ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ് ഈ വരുന്നത്. ഇപ്പോൾ നോർമലി ഒരു പവർ സപ്ലൈ വരുമ്പോൾ അല്ലെങ്കിൽ SMPS എന്ന് പറയും, അത് വരുമ്പോഴൊരു 500 രൂപ അല്ലെങ്കിൽ 600 രൂപ 700 രൂപ ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇത് ഒരു 3500 തൊട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 3500 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഈ പവർ സപ്ലൈ ആണ്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു 450 വാട്ട്സിൻ്റെ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഇതിനുള്ളിൽ ഒരു ബബിൾ കവറിനകത്താണ് നമ്മുടെ SMPS വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പവർ കോഡ് വരുന്നുണ്ട് SMPSലോട്ട് കണക്ട് ചെയ്യുന്ന. പിന്നെ ഇത് മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള 4 സ്ക്രൂ വരുന്നുണ്ട്. CPUൻ്റെ ക്യാബിനറ്റിലേക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള. ഇതാണ് നമ്മുടെ കൂളർ മാസ്റ്ററിൻ്റെ 450 വാട്ട്സിൻ്റെ പവർ സപ്ലൈ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു പ്രീമിയം ഫീലുണ്ട്, പ്രീമിയം പ്രൊഡക്റ്റിൻ്റെ ഫീലുണ്ട്. പ്രീമിയം പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം ഇത് നോർമലി SMPS 650-750 റേഞ്ചൊക്കെ വരുമ്പോൾ ഇതിന് 3000, അതായത് 3500 രൂപയാണ് ഇതിന് വില വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫാനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ ലാർജായിട്ടുള്ളൊരു ഫാനാണ്, വളരെ ബെറ്റർ കൂളിംഗ് കിട്ടാൻ വേണ്ടി. അതേപോലെ തന്നെ ഇതിൻ്റെ കേബിൾസ് നോക്കുമ്പോൾ ഫ്ലാറ്റ് ടൈപ്പ് കേബിൾസാണ് വരുന്നത്. അതേപോലെ തന്നെ കണക്റ്റേഴ്സും ഒരുപാട് കണക്റ്റേഴ്സ് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് നോർമൽ SMPS ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ ഇത് സെയിം പർപ്പസ് തന്നെയുള്ള ഒരു SMPS ആണ്. ഇതിനൊരു 1000 റേഞ്ചിന് ഉള്ളിൽ വരുന്ന ഒരു SMPS ആണ്. പക്ഷേ ഇതിപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ SMPSും ഈ നമ്മൾ 3500-ന് വാങ്ങിയ SMPSും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇതിൻ്റെ കേബിളിങ്ങിൽ തന്നെ വ്യത്യാസമുണ്ട്, വയറുകളിൽ തന്നെ. അതേപോലെ തന്നെ പിന്നെ വ്യത്യാസം വരുന്നതിൻ്റെ ഫാൻ്റെ ഇതിനകത്തൊരു ചെറിയ ഫാനാണ് വരുന്നത്. പക്ഷേ നമ്മുടെ കൂളർ മാസ്റ്ററിൻ്റെ ഈ ഒരു SMPSൽ വലിയ ഫാനാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കമ്പോണൻസിനൊക്കെ ഹൈ ക്വാളിറ്റി കമ്പോണൻസാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ കൂളിങ്ങിന് വേണ്ടി ബാക്കിൽ റിയർ സൈഡിലായിട്ടൊരു നെറ്റ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെപ്പറേറ്റ് ഒരു പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ കണക്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് മോഡേൺ ബോർഡുകളിലുള്ള, അതായത് പുതിയ ബോർഡുകളിലുള്ള 8 പിൻ CPU കണക്ടറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഇഷ്ടം പോലെ ഡിവൈസുകൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, നമ്മുടെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അത്രത്തോളം പിന്നുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പിന്നീട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് SMPS, അതായത് ഈ പവർ സപ്ലൈ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ ഈ SMPSന് 5 ഇയർ വാറൻറ്റിയാണ് കമ്പനി തരുന്നത്. ഇതൊരു നോർമൽ അൺബോക്സിങ് വീഡിയോ അല്ല, ഇത് കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്നവർക്കും അതുപോലെ എന്തൂസിയാസ്റ്റുകൾക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നോർമലി ഒരു വ്യൂവർ കാണുമ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഷോർട്ടായിട്ട് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു.